Dears, once again welcome back to Lovely Shouts. Lovely Shoutsൻ്റെ LP UP LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2023 ചോദിച്ച PSC ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രേമാശ്രമം. പ്രേമാശ്രമമാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ ഇവ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽപ്പെട്ടതാണ്. പ്രേമാശ്രമമാണ് ഇവിടെ ആൻസർ. പ്രേമാശ്രമം വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തതാണ്. പ്രേമാശ്രമം എഴുതിയത് മുൻഷി പ്രേംചന്ദാണ്. മുൻഷി പ്രേംചന്ദാണ് പ്രേമാശ്രമം എന്ന കൃതി എഴുതിയിരിക്കുന്നത്. അപ്പോൾ 21ൻ്റെ ആൻസർ ഓപ്ഷൻ എ, പ്രേമാശ്രമം. പ്രേമാശ്രമം എഴുതിയിരിക്കുന്നത് മുൻഷി പ്രേംചന്ദ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അരുണ ആസിഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായി ആണ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് പണ്ഡിത രമാഭായ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. ഡോക്ടർ എസ് ജയശങ്കർ അല്ലെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ് ഇപ്പോഴത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്? കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അവിടുത്തെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാധാകൃഷ്ണ മാത്തൂർ. ആർ മാത്തൂർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ. ഇപ്പോഴത്തേത് രാധാകൃഷ്ണ മാത്തൂർ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തേത് ബി ഡി മിശ്രയാണ്. ബി ഡി മിശ്ര രണ്ടാമത്തേതാണ്. ബി ഡി മിശ്ര. ആദ്യത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നു രാധാകൃഷ്ണ മാത്തൂർ. ഇപ്പോഴത്തേത് ബി ഡി മിശ്രയാണ്. ബി ഡി മിശ്രയാണ് ഇപ്പോഴത്തേത്. ഇവിടെ ആൻസർ രാധാകൃഷ്ണ മാത്തൂറാണ്. അതിനുശേഷം വന്ന ആളാണ് ബി ഡി മിശ്ര. അപ്പോൾ 25ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, രാധാകൃഷ്ണ മാത്തൂർ. നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് ലഡാക്കിലെ ബി ഡി മിശ്ര. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെ എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1930, 31, 32. 1930, 31, 32 ഈ 3 വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ആൻസർ ഓപ്ഷൻ ഡി. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധമില്ലാത്തത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്. വില്ലുവണ്ടി സമരം നയിച്ചു. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതാണ് വില്ലുവണ്ടി സമരം നയിച്ചു എന്നത്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നയിച്ചത്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമുള്ളതാണ് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത് മൂന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതാണ് വില്ലുവണ്ടി സമരം നയിച്ചു. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളാണ് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം. നിർദ്ദേശക തത്വങ്ങളാണ്. എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. കണ്ണൂർ മുതൽ മദ്രാസ് വരെ. കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ. കണ്ണൂർ മുതൽ മദ്രാസ് വരെ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ് തന്നിരിക്കുന്നതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. 1ഉം 2ഉം, അതായത് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൽ ഖാദറുമായിരുന്നു INA-യിൽ ചേർന്ന മലയാളികൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി ശരിയായ പ്രസ്താവനകളാണ്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതല നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. തെറ്റായ പ്രസ്താവനയാണ്, യോജിക്കാത്ത പ്രസ്താവനയാണ്. ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ ഉൾക്കൊള്ളുന്നു. തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി മുന്നോട്ട് വെച്ച നെയ്യും താലീം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തതേത്? ഗാന്ധിജി മുന്നോട്ട് വെച്ച നെയ് താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്നത് നെയ് താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ എന്തെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം
8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. ഇത് മൂന്നും അതുമായി ബന്ധപ്പെട്ടതാണ്. നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്നത് അതുമായി ബന്ധപ്പെട്ടതല്ല. ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ആൻസർ 34ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. ഒന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ 34ൻ്റെ ആൻസറാണ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളേവ? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളേവ? ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 3, 4. 2 ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 3 സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 4 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. തെറ്റായ പ്രസ്താവനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന അത് തെറ്റായ പ്രസ്താവനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3, 4 ശരിയായ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളേവ? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 3. 2, 3 ഓപ്ഷൻ സി ആണ്, 2, 3 ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന. നോക്കാം. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ശരിയാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 3. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നെ തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇരവിപേരൂരിൽ ജനിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാനാണ് ഇരവിപേരൂരിൽ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കണ്ണമൂലയിലാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കണ്ണമൂലയിലാണ്. കണ്ണമൂല. അപ്പോൾ 36ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ പെട്ടതാണ്. അദ്ദേഹം ജനിച്ചത് കണ്ണമൂലയിലാണ്. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ? ഇന്ത്യയിലെ ചെമ്പിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ്വിതീയ മേഖല. ദ്വിതീയ മേഖലയിലാണ് മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്നത്. മൺപാത്ര നിർമ്മാണം ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2 മാത്രം ശരി. 1, 2 മാത്രമാണ് ശരിയായ പ്രസ്താവന. അതായത് പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1, 2 ശരിയായ പ്രസ്താവന. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്.
ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. 40ാമത്തെ ക്വസ്റ്റ്യനാണ്. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. 1985 RRB, അതായത് റീജിയണൽ റൂറൽ ബാങ്ക് തുടങ്ങിയത് 1985 എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1975 റീജിയണൽ റൂറൽ ബാങ്ക്സ് സ്ഥാപിതമായത്. 1975 1975 RRB തുടങ്ങിയിരിക്കുന്നത്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 1982 നബാർഡ്, 1955 SBI സ്ഥാപിതമായി. 1975 RRB സ്ഥാപിതമായത്. ഇവിടെ തന്നിരിക്കുന്നത് 85 എന്നാണ്, അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. 40ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1985 RRB തുടങ്ങിയിരിക്കുന്നത് ശരിക്കും 1975. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.